കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. യുവാവിനെ കണ്ടെത്താനായി CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം 5 ദിവസം മുമ്പ് പരപ്പാറ അങ്ങാടിയിൽ എത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ കസ്റ്റഡിയിലുള്ളയാളെ ചോദ്യം ചെയ്ത് വരികയാണോ? ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ എപ്പോഴത്തേതാണ്? അനീഷ, പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ തന്നെ ഈ തട്ടിക്കൊണ്ട് പോകലിന് ഉപയോഗിച്ച കാറിന്റെയും ഒപ്പം തന്നെ ബൈക്കിന്റെയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഈ ബൈക്കിന്റെ RC ഓണറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ കിഴക്കോത്ത് പരപ്പാറയിലെ വീട്ടിലേക്ക് ആദ്യം എത്തിയത് ഈ ബൈക്കാണ്. ഈ ബൈക്കിൽ 2 പേരെത്തി വീട്ടുകാരെ വിളിച്ചു. ഇതിനുശേഷമാണ് കാറിൽ മറ്റുള്ള സംഘം കൂടി ഈ വീട്ടിലേക്ക് എത്തി ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അന്നോസ് റോഷൻ എന്ന 21-കാരനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് കുടുംബത്തിന്റെ പരാതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ബൈക്കിന്റെ RC ഓണറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഈ സംഘം നേരത്തെയും സമാനമായ തരത്തിൽ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് വീട്ടിലെത്തി ഈ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി മടങ്ങിയിരുന്നു എന്നാണ് പോലീസിന് വീട്ടുകാർ മൊഴി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട് കൂടി പോലീസ് പരിശോധനകൾ നടത്തി. ഇതിലാണ് 5 ദിവസം മുമ്പ് ഈ സംഘം കാറിൽ ഈ പരപ്പാറ അങ്ങാടിയിലെത്തുന്നതും അവിടെ ചായ കുടിക്കുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് തന്നെയാണ്, വെള്ള സ്വിഫ്റ്റ് കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കമാണ് ഈ തട്ടിക്കൊണ്ട് പോകലിന് പിന്നിലെന്ന വിവരം ഇന്നലെ തന്നെ കുടുംബം നൽകിയിരുന്നു. ഈ അന്നോസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഈ തട്ടിക്കൊണ്ട് പോകലിലേക്ക് നയിച്ചതെന്ന് കൂടിയാണ് പോലീസിന്റെ നിഗമനം. അക്കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. അനീഷ, ഏതായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷബീർ ഒമർ. ഇപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്